ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ചൈൽഡ് റൈറ്റ്സ് ലോസ് പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഓൾറെഡി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഇതിന്റെ സെക്കൻഡ് സെഷനിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. സോ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ചൈൽഡ് റൈറ്റ്സിന്റെ കുറച്ച് ലോസും പോളിസീസും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ വിൽ സ്റ്റാർട്ട് ദ സെക്ഷൻ വിത്ത് ദ കൺസെപ്റ്റ് വാട്ട് ഈസ് ദ നാഷണൽ പോളിസി ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ. ഈ ചൈൽഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ എന്തൊക്കെ പോളിസീസ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, ചൈൽഡ് റൈറ്റ്സ് ഫോക്കസ്. അതായത് എവറി ചൈൽഡ് ഡിസേർവ്സ് എ സേഫ് ആൻഡ് ഹാപ്പി ലൈഫ് ഫ്രീ ഫ്രം അബ്യൂസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിപ്രിവേഷൻ. അതായത് എല്ലാ കുട്ടികളും, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ടൈപ്പ് ഓഫ് അബ്യൂസുകൾ ഉണ്ട് അല്ലെ, ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് എല്ലാം സേഫ് ആയിട്ടിരിക്കാനും ഒരു ഹാപ്പി ലൈഫ് ഉണ്ടായിരിക്കാനും എല്ലാ കുട്ടികളും ഡിസേർവ് ചെയ്യുന്നുണ്ട് അല്ലെ, അത് അവരുടെ അവകാശമാണ്. നെക്സ്റ്റ് വൺ, ചിൽഡ്രൻ ആസ് പ്രയോറിറ്റി. Children are viewed as the highest priority in national investment because they are the ഫ്യൂച്ചർ. നമ്മുടെ കുട്ടികളാണ് ഭാവിയിലോട്ട് നമുക്കുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, കാരണം ഫ്യൂച്ചർ അവരുടെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കി ഏതൊരു സെക്ഷനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും ഹൈലി പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതും നമ്മുടെ കുട്ടികളെ തന്നെയാണ്, കാരണം ഭാവി അവരുടെ കയ്യിലാണ്. നെക്സ്റ്റ് വൺ, UN agreement. India is committed to protecting children's rights as part of the United Nations Convention on the Rights of Children. അതായത് നമ്മുടെ യുണൈറ്റഡ് നേഷൻ എഗ്രിമെന്റിൽ ഇന്ത്യ വൺ ഓഫ് ദ കൺട്രി ആണ്, ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യും എന്ന് കമ്മിറ്റ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ കൺട്രി ആണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലീഗൽ ഫ്രെയിംവർക്ക്. ദ പോളിസി ഇസ് സപ്പോർട്ടഡ് ബൈ സെവറൽ ഇന്ത്യൻ ലോസ്. ഈ ഒരു നാഷണൽ പോളിസി എന്താ പറയാ, പോളിസി എന്ന് പറയുന്നത് നമ്മുടെ സെവറൽ ആയിട്ടുള്ള ഇന്ത്യൻ ലോസിനെയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോളിസീസ് ആണ് നമ്മുടെ നാഷണൽ പോളിസി. അപ്പൊ അതിൽ വരുന്ന ഒരുപാട് പോളിസീസ് നമ്മൾ ഓൾറെഡി പല ആക്ടുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. വാട്ട് ഇസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അബ്യൂസ്, അതായത് പോക്സോ കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതെല്ലാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ചൈൽഡ് മാരേജ് ആക്ട്, ചൈൽഡ് ലേബർ ആക്ട്, ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ലോസ് ആണ്. ഇതിൽ പല ലോസും നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തതുമാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഗൈഡ് ലൈൻസ് ഫോർ ഓർഗനൈസേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻക്ലൂഡിംഗ് മീഡിയ. ഇനി ഇത്തരം ഓർഗനൈസേഷൻസിനും ഇൻസ്റ്റിറ്റ്യൂഷനും മീഡിയാസിനും ഒക്കെ കൊടുത്തിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എബൌട്ട് ചൈൽഡ് റൈറ്റ്സ്, എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ട്. സോ ഫസ്റ്റ് വൺ, ക്രിയേറ്റ് എ ചൈൽഡ് പ്രൊട്ടക്ഷൻ policy. Every organization must have a policy to protect children based on legal ഗൈഡ്ലൈൻസ്. അതായത് ഏതൊരു ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോളിസീസ് അവർ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. വെറുതെ പോളിസി ഉണ്ടാക്കിയ പോരാ, അത് ആ ഒരു ലീഗൽ ഗൈഡ് ലൈൻസ് ബേസ് ചെയ്തിട്ടുള്ള പോളിസീസ് ആയിരിക്കണം എല്ലാ ഓർഗനൈസേഷൻസും ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റ്മെന്റ്. ഓൾ സ്റ്റാഫ് ഇൻക്ലൂഡിംഗ് ടെമ്പററി വർക്കേഴ്സ് must follow a zero tolerance policy towards child abuse and exploitation. ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും ഒരുപാട് സ്റ്റാഫ്സും ടെമ്പററി വർക്കേഴ്സും എല്ലാം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ സ്റ്റാഫ് ഇൻക്ലൂഡിംഗ് നോൺ സ്റ്റാഫ്സ്, ഇവര് ഈ ഒരു ചൈൽഡ് അബ്യൂസ് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷന് എതിരെ 100% കൈകോർത്ത് ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടീമായിരിക്കണം. ഓക്കെ, അതിനോട് എല്ലാ തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റും ഉണ്ടാക്കുന്ന ഒരു സ്റ്റാഫ് ആൻഡ് ഒരു ടീം മെമ്പേഴ്സിനെയാണ് എല്ലാ ഓർഗനൈസേഷൻസിനും ആവശ്യമായിട്ടുള്ളത്. നെക്സ്റ്റ്, മാൻഡേറ്ററി കോഡ് ഓഫ് കണ്ടക്ട്. എംപ്ലോയീസ് മസ്റ്റ് ട്രീറ്റ് ചിൽഡ്രൻ വിത്ത് റെസ്പെക്ട് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ബാക്ക്ഗ്രൗണ്ട്. ദേ മസ്റ്റ് ലിസൺ ടു ചിൽഡ്രൻ ആൻഡ് റെസ്പെക്ട് ദെയർ വ്യൂസ്. കുട്ടികളെ എപ്പോഴും റെസ്പെക്റ്റോടുകൂടെ കാണാൻ എല്ലാ എംപ്ലോയീസിനും സാധിക്കണം. അവരുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് ആയിരിക്കരുത് അവർക്ക് നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ജെൻഡർ ബേസ്ഡ്, ഇത് ആണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആണോ അല്ലയോ, റേസ്, ആ കുട്ടിയുടെ കളർ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ, ഇത്തരം ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷനും നമ്മൾ കുട്ടികളെ ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റിൽ ഈ ഒരു മാനദണ്ഡങ്ങൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല അല്ലെ. നമ്മൾ എല്ലാ കുട്ടികളെയും ഈക്വൽ ആയിട്ടാണ് കാണേണ്ടത്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ
ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ വ്യൂസിനും നമ്മൾ കേൾക്കണം, അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കണം. അത് ഏറ്റവും നല്ല അഭിപ്രായങ്ങളാണെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യണം, അതുമായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കേൾക്കാതിരിക്കാൻ പാടില്ല. അപ്പൊ ഇതെല്ലാം മീഡിയാസ്, ഇൻക്ലൂഡിങ് മീഡിയാസ് കൊടുത്തിട്ടുള്ള ഗൈഡ് ലൈൻസിന്റെ കുറച്ച് കാര്യങ്ങളാണ്. നെക്സ്റ്റ്, നോ അബ്യൂസ് ഓർ എക്സ്പ്ലോയിറ്റേഷൻ. Staff must never be involved in sexual or exploitative relationships with children. ഇനി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കുട്ടികളുമായിട്ട് ഒരു ബാഡ് റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. ഒരു ടൈപ്പ് ഓഫ് സെക്ഷുവൽ റിലേഷൻഷിപ്സിലും ഈ ഒരു സ്റ്റാഫ്സ് ഇൻവോൾവ്ഡ് ആവാൻ പാടില്ല. എൻകറേജ് എനി റിലേഷൻഷിപ്പ് വിത്ത് ചിൽഡ്രൻ ദാറ്റ് കുഡ് ഹാം ദം. സ്റ്റാഫ് ഷുഡ് നെവർ എൻകറേജ് ട്ടോ. ഒരിക്കലും കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ കുട്ടികൾക്ക് വളരെ നെഗറ്റീവ് ആയിട്ട് അവർക്ക് അതൊരു ഹാം ആണെന്ന് മുൻകൂട്ടി അറിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത്തരം ഒരു റിലേഷൻഷിപ്പ് സ്റ്റാഫ് കുട്ടികളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല, അത് എൻകറേജ് ചെയ്യാനും പാടില്ല. ഇന്റേണൽ സിസ്റ്റംസ് ഓഫ് for protection. Organizations must assign specific staff to handle child protection issues. ഇനി ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓർഗനൈസേഷനിലും ഒരു സ്പെഷ്യൽ സ്റ്റാഫ് ഉണ്ടായിരിക്കണം. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഡീൽ ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനും ഒരു സ്പെസിഫിക് സ്റ്റാഫിനെ നിയമിക്കണം. അതൊരു ഗൈഡ് ലൈൻ ആണ്. സെറ്റപ്പ് ക്ലിയർ പ്രൊസീജിയേഴ്സ് ഫോർ റിപ്പോർട്ടിംഗ് അബ്യൂസ്. Ensure all employees are aware and follow this rules. അതായത് ഇൻ കേസ് ഇനി ഓർഗനൈസേഷൻസിൽ എന്തെങ്കിലും ഒരു അബ്യൂസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? സ്റ്റാഫിന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ എല്ലാ എംപ്ലോയീസിന്റെ ഇടയിലും ഈ ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവരിൽ അവെയർ ആണ് എന്നുള്ളത് ഒരു ഓർഗനൈസേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യമാണ്. നെക്സ്റ്റ്, ഡിസ്പ്ലേ എമർജൻസി കോണ്ടാക്ട് ഇൻഫോ. Contact details for the child line 1098 and designated child protection officers must be visible and known to all. അതായത് ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ്സിനും ചൈൽഡ് ലൈൻ നമ്മൾ എന്തെങ്കിലും ഒരു എമർജൻസി കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഏതാന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയണം. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ആരൊക്കെയാണ് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ് ആൻഡ് നോൺ വർക്കേഴ്സ്, അതായത് അവിടെ നോൺ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ, ടെമ്പററി വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കോണ്ടാക്ട് ഇൻഫോ ആണ് ഈ ഒരു ചൈൽഡ് ലൈൻ നമ്പർ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എന്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻക്ലൂഡിംഗ് മീഡിയാസ് ആയിക്കോട്ടെ, ഇവരെല്ലാം ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് ആണ് നമ്മളിപ്പോ ഈ ഒരു 6 എണ്ണം ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഈ കുറച്ചുകൂടെ ഇതിൽ വരുന്നുണ്ട്. ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. പണിഷ്മെന്റ് ഫോർ ദോസ് ഹു അബ്യൂസ് ഓർ എക്സ്പ്ലോയിറ്റ് ചിൽഡ്രൻ. ഇൻ കേസ് നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ എന്തെങ്കിലും ഒരു അബ്യൂസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കാൻ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സാധിക്കണം. റിപ്പോർട്ട് ചൈൽഡ് അബ്യൂസ് ടു ചൈൽഡ് ലൈൻ 1098. ഇൻ കേസ് എന്തെങ്കിലും ഒരു വിഷയം തന്റെ സ്ഥാപനത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ചൈൽഡ് ലൈനിൽ ആ ഒരു അബ്യൂസ് റിപ്പോർട്ട് ചെയ്യേണ്ടതും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉത്തരവാദിത്വമാണ്. In emergencies, provide immediate and accurate info to rescue the child. Report to authorities. ഇനി ഒരു എമർജൻസി കേസ് ആണെങ്കിലും ആ ഒരു കുട്ടീനെ രക്ഷിക്കാനും അത് അതോറിറ്റിയിലോട്ട് റിപ്പോർട്ട് ചെയ്യാനും ആ ഒരു ഓർഗനൈസേഷന് സാധിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ചൈൽഡ് റൈറ്റ്സ്, ലോസ്, പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് നമ്മളിനി ചൈൽഡ് ലൈൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ നമ്പർ പറഞ്ഞു അല്ലെ, ഓരോന്നും എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ചൈൽഡ് ലൈൻ 1098 ഹാൻഡിൽസ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കൺസേൺസ്. അതായത് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനും അവരെ കെയർ ചെയ്യാനും അതിന് റിലേറ്റ് ആയിട്ടുള്ള എന്ത് കൺസേൺസ് ആണെങ്കിലും നമുക്ക് ഈ ഒരു 1098 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ വിളിച്ച് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ചൈൽഡ് ലൈൻ 1098 ഓർ പോലീസ് ഓർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ടേക്ക് ആക്ഷൻ ബേസ്ഡ് ഓൺ അഡ്വൈസ്. ഇനി നമുക്ക് കിട്ടുന്ന ഒരു കൺസേൺ അത് എപ്രകാരമാണ് എന്നുള്ളത് ഈ ഒരു പോലീസോ അല്ലെങ്കിൽ ഒരു വെൽഫെയർ കമ്മിറ്റിയോ അവര് അതിനെ കണക്കിലാക്കി അവരാണ് പിന്നീട് അത് ആ ഒരു പ്രോബ്ലം ബേസ് ചെയ്തിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നത്. പ്രൊഫഷണൽസ് മസ്റ്റ് ഫോളോ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി ആൻഡ് റിപ്പോർട്ട് കൺസേൺസ്. ഇനി
ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അവരുടെ കൺമുന്നിൽ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ചൈൽഡ് അബ്യൂസ് കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് അവർ ആ ഒരു പോളിസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ആ ഒരു കൺസേൺ അവർ എന്തായാലും റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. ഇൻഡസ്ട്രീസ് മസ്റ്റ് നോട്ട് യൂസ് ചൈൽഡ് ലേബർ ആൻഡ് ഹാവ് മോണിറ്ററിങ്. ഇൻഡസ്ട്രിയൽ വർക്കിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഒരു തരത്തിലും ചൈൽഡ് ലേബർ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. വ്യക്തമായിട്ടുള്ള ഒരു മോണിറ്ററിങ് എല്ലാ ഇൻഡസ്ട്രീസിലും ഉണ്ടാവണം. ഓർഗനൈസേഷൻസ് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ നീഡ് സ്ട്രിഞ്ചന്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്സ്. ഇനി കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓർഗനൈസേഷൻസ് പലതും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ വ്യക്തമായിട്ട് ആ ഓർഗനൈസേഷന് ഈ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഈ കുട്ടി എങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്നുമാണ് ഈ കുട്ടി വളർന്നു വന്നത്, ആ കുട്ടീന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷനും ആ ഓർഗനൈസേഷന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഗൈഡ് ലൈൻസിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡിങ് മീഡിയ അവരിത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് പോളിസി ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ. ഇനി തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഈ ഒരു പോളിസി, അതായത് ചൈൽഡ് റൈറ്റ്സിനെ, ചൈൽഡ് പ്രൊട്ടക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ തമിഴ്നാട്ടിലുള്ള ഈ ഒരു പോളിസിന്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇവരുടെ ടാർഗറ്റ് അല്ലെങ്കിൽ ഫോക്കസ്, എയിം എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, എന്തൊക്കെയാണെന്ന് നോക്കാം. ടു എൻഷുർ സർവൈവൽ, പ്രൊട്ടക്ഷൻ, ഡെവലപ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ ചിൽഡ്രൻ. എല്ലാ കുട്ടികളുടെയും പ്രൊട്ടക്ഷൻ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, കുട്ടികളുടെ ഡെവലപ്മെന്റിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓൾ റൗണ്ട് ഒരു കുട്ടിയുടെ പാർട്ടിസിപ്പേഷനും ആ കുട്ടി ഒരു പോസിറ്റീവ് എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യുക എന്നുള്ളതെല്ലാം ഈ ഒരു തമിഴ്നാട് പോളിസിന്റെ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ആണ്. ടു ക്രിയേറ്റ് എ സേഫ്, സെക്യൂർ ആൻഡ് ചൈൽഡ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ഇൻ ദ സ്റ്റേറ്റ്. തമിഴ്നാട് പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു കുട്ടിക്ക് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റും വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തമിഴ്നാട് സ്റ്റേറ്റ് പോളിസിന്റെ വൺ ഓഫ് ദ നെക്സ്റ്റ് ഫോക്കസ് എന്ന് പറയുന്നത്. ടു പ്രിവെന്റ് അബ്യൂസ്, നെഗ്ലെക്ട്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ട്രാഫിക്കിംഗ് ഓഫ് ചിൽഡ്രൻ. കുട്ടികൾക്കെതിരെ ഈ നടക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് അബ്യൂസുകളും എക്സ്പ്ലോയിറ്റേഷൻസും ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് വൺ ഓഫ് ദെയർ ഒബ്ജക്റ്റീവ്. ടു പ്രൊവൈഡ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ടു ചിൽഡ്രൻ ഇൻ നീഡ് such as orphans, street children, child laborers, etc. ഇനി എന്താ പറയാ, ഹെൽപ്പ് ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് ആവശ്യങ്ങൾ നേരിടുന്ന കുട്ടികൾക്ക്, അത് ഓർഫൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ തെരുവിൽ വളരുന്ന കുട്ടികളായിക്കോട്ടെ, ഇത്തരം കുട്ടികൾക്കെല്ലാം ആവശ്യം വേണ്ട അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ വേണ്ട കുട്ടികൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതുമാണ് തമിഴ്നാട് സ്റ്റേറ്റ് പോളിസിന്റെ സം ഓഫ് ദ ഒബ്ജക്റ്റീവ്സ്. ഇനി ഈ ഒരു പോളിസിയുടെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം കേട്ടോ. First one, strengthening public health systems to provide quality care for maternal, newborn and ചൈൽഡ് ഹെൽത്ത്. അതായത് പബ്ലിക് സിസ്റ്റം അല്ലെ, അത് വളരെ സ്ട്രെങ്തൻ ചെയ്യുക. എല്ലാ തരത്തിലും ഒരു ക്വാളിറ്റി കെയർ കൊടുക്കാൻ അവർക്ക് സാധിക്കണം അല്ലെ. അത് മെറ്റേണൽ എന്താ പറയാ അമ്മമാർക്ക് ആയിക്കോട്ടെ, ന്യൂ ബോൺ ജനിച്ച കുഞ്ഞുങ്ങൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ജനിച്ച് കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ഹെൽത്തിനെയും നന്നായിട്ട് കെയർ ചെയ്യാൻ, ഒരു ക്വാളിറ്റി കെയർ കൊടുക്കാൻ നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റിന് കഴിയണം. അത് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് ഇവരുടെ വൺ ഓഫ് ദ കീ ഫീച്ചേഴ്സ് ആണ്. പ്രിവെന്റിങ് HIV ഇൻഫെക്ഷൻസ് ആൻഡ് പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് കെയർ ഫോർ ഇൻഫെക്റ്റഡ് ചിൽഡ്രൻ. ഇൻ കേസ് HIV ഇൻഫെക്ഷൻ ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കാൻ സാധിക്കണം അല്ലെ. കെയർ, അത് അഫക്റ്റഡ് ആയവർക്ക് കെയർ കൊടുക്കുക, എഫക്റ്റഡ് ആവാത്തവർക്ക് മാക്സിമം ഒരു പ്രിവെൻഷൻ കൊടുക്കുക എന്നുള്ളത് ഇവരുടെ വൺ ഓഫ് ദി കീ ഫീച്ചർ ആണ്. പ്രൊമോട്ടിംഗ് ബിഹേവിയർ ചേഞ്ച് ടു ഇംപ്രൂവ് ചൈൽഡ് കെയർ പ്രാക്ടീസസ്. ഇനി വളർന്നു വരുന്ന കുട്ടികൾക്ക് അവര് നല്ലൊരു എന്താ പറയാ ബെറ്റർ ഒരു ലിവിങ് കണ്ടീഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല കുറച്ച് പ്രാക്ടീസസ് അവരിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബിഹേവിയർ ചേഞ്ചിനെയും പ്രൊമോട്ട് ചെയ്യുക അല്ലെ. അത് അവയർനെസ്സിലൂടെ എല്ലാം ആവാം. എൻഷുവർ സേഫ് ആൻഡ് സെക്യൂർ ലേണിംഗ് എൻവയോൺമെന്റ്സ്. പഠിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സേഫ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള എൻവയോൺമെന്റ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. മേക്ക് ക്വാളിറ്റി സെക്കൻഡറി എഡ്യൂക്കേഷൻ അഫോർഡബിൾ ആൻഡ് ആക്സസിബിൾ. എല്ലാ കുട്ടികൾക്കും സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അത് വളരെ അഫോർഡബിൾ ആക്കിയിട്ടും അവർക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ വൺ ഓഫ് ദ കീ ഫീച്ചർ ആണ്. ഇൻകോർപ്പറേറ്റ് ജെൻഡർ ഇക്വാളിറ്റി, ലൈഫ് സ്കിൽസ് ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ.
വെറുതെ ഒരു എഡ്യൂക്കേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതിയോ? ആ എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണ്ടേ? ലൈഫ് സ്കിൽസ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. വാല്യൂ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാൻ സാധിക്കണം. ജെൻഡർ ഇക്വാളിറ്റി അത് എല്ലാവരുടെയും ഉള്ളിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ആണ് നമുക്ക് കൊടുക്കാൻ സാധിക്കേണ്ടത്, അല്ലെ? Next, introduce child protection and safeguarding policies in local bodies and schools. സ്കൂളുകളിലും അതുപോലെ തന്നെ ബാക്കി അതിന് റിലേറ്റ് ആയിട്ടുള്ള അംഗനവാടി ഇങ്ങനത്തെ എല്ലാ ലോക്കൽ ബോഡീസിലും നമുക്ക് നമ്മുടെ ചൈൽഡ് റൈറ്റ്സ് പോളിസീസ് എന്തൊക്കെയാണോ അതിനെ കുറിച്ചിട്ടൊരു അവയർനെസ് കൊടുക്കാനും അതിനെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ കൊടുക്കാനും അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് അതിന്റെ അവയർനെസ് കൊടുക്കാനും എല്ലാം സാധിക്കണം. അത് തന്നെ വൺ ഓഫ് ദ കീ ഫീച്ചർ ആണ്. സ്ട്രെങ്തൻ ദ ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കെയർ. ചൈൽഡ് ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്തൊക്കെയാണ് അതിന് എല്ലാ തരത്തിലും സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കണം. കുട്ടികൾക്കെതിരെയുള്ള അബ്യൂസുകളും എക്സ്പ്ലോയിറ്റേഷനും മാക്സിമം ഇല്ലാതാക്കി ആ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിനെ വളരെ സ്ട്രെങ്തൻ ആക്കുക, സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു തമിഴ്നാട് സ്റ്റേറ്റ് പോളിസിന്റെ വൺ ഓഫ് ദ കീ ഫീച്ചേഴ്സ്. അപ്പൊ ഇതെല്ലാം അവരുടെ ഒബ്ജക്റ്റീവ് ആണ്, അവരുടെ സ്റ്റേറ്റ് പോളിസിന്റെ മെയിൻ ആയിട്ടുള്ള കീ ഫീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ അട്രാക്ഷൻസ് ആണ് ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് തമിഴ്നാട് സ്റ്റേറ്റ് പോളിസി ഫോർ ചിൽഡ്രൻ 2021? ഇനി ഈ ഒരു സ്റ്റേറ്റ് പോളിസിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, അല്ലെ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. പ്രത്യേകതകൾ എന്തൊക്കെയാണുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, holistic development. It encompasses various aspects of a child's life, including health, education, protection, and participation. ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടീന്റെ ഒരു ഓവറോൾ ആസ്പെക്ട്, അതായത് ആ കുട്ടിയുടെ ലൈഫ്, ആ കുട്ടിയുടെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ വൈസ്, ആ കുട്ടീന്റെ പ്രൊട്ടക്ഷൻ, ഇൻ പാർട്ടിസിപ്പേഷൻ ഇൻ എവറിത്തിങ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഓവറോൾ ഡെവലപ്മെന്റിനെയാണ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കുട്ടിയുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്, എല്ലാ തരത്തിലും ആ കുട്ടിയുടെ. നെക്സ്റ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ, SDG എന്താന്നുള്ളത്. ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന് ഒരുപാട് ഗോൾ ഉണ്ട്. അതിലെ 4th ഗോളാണ് ഈ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അത് മാത്രമല്ല, പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നല്ലൊരു എഡ്യൂക്കേഷനും ആ കുട്ടിക്ക് സമാധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ആണ് കമ്മ്യൂണിറ്റി സെൻട്രിക് അപ്രോച്ച്. റെക്കഗ്നൈസ് ദ ക്രിട്ടിക്കൽ റോൾ ഓഫ് ഫാമിലീസ്, ലോക്കൽ ബോഡീസ് ഇൻ ക്രിയേറ്റിംഗ് എ സേഫ് ആൻഡ് നർച്ചറിംഗ് എൻവയോൺമെന്റ് ഫോർ ചിൽഡ്രൻ. അതായത് നമ്മുടെ ഫാമിലിയുടെ റോൾ എത്രത്തോളം ഉണ്ട് അത് വളരെ ക്രിട്ടിക്കൽ ആണ്, അല്ലെ? നമ്മൾ വളരുന്നത്, ഒരു കുട്ടി വളരുന്നതും ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫാമിലിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു റോളാണ്. അത് വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ എല്ലാ ഫാമിലീസിലും കൊണ്ടുവരാൻ സാധിച്ചാൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എൻവയോൺമെന്റിൽ ആ കുട്ടിക്ക് വളരാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി സെൻട്രിക് ആ കുട്ടി എന്ത് സാഹചര്യത്തിൽ വളരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, പ്രിവെൻഷൻ ആൻഡ് ഇന്റർവെൻഷൻ. ഇറ്റ് ടേക്സ് എ proactive stance towards preventing harm to children, child marriage, child labor, abuse and neglect. ഈ ഒരു പോളിസിയിൽ വളരെ വ്യക്തമായിട്ട് കുട്ടികൾക്കെതിരെ നടക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കെതിരെയും ഒരു വളരെ പ്രോആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഈ ഒരു പോളിസി എടുത്തിട്ടുണ്ട്. അത് ചൈൽഡ് മാരേജ് ആയിക്കോട്ടെ, ചൈൽഡ് ലേബർ ആയിക്കോട്ടെ, കുട്ടികൾ നേരിടുന്ന അബ്യൂസോ എക്സ്പ്ലോയിറ്റേഷനോ എന്തോ ആയിക്കോട്ടെ, ഇതിനെതിരെ എല്ലാം ഈ ഒരു തമിഴ്നാട് സ്റ്റേറ്റ് പോളിസി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. അതെല്ലാം ഈ ഒരു പോളിസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് റോൾ ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആ ഒരു തമിഴ്നാട് പോളിസി 2021 കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, വിശാഖ കമ്മിറ്റി. അതിന്റെ ഒറിജിനും ബാക്ക്ഗ്രൗണ്ടും എന്താന്നുള്ളതാണ്. ഈ വിശാഖ കമ്മിറ്റി എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ ഗൈഡ് ലൈൻസ് ലെയ്ഡ് ഡൗൺ ബൈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇൻ 1997 ടു പ്രിവെന്റ് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് ദ വർക്ക് പ്ലേസ്. ഈ വിശാഖ കമ്മിറ്റി എന്ന് പറയുന്നത് 1997 നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോർട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് കേട്ടോ വിശാഖ കമ്മിറ്റിയിൽ വരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത് സ്ത്രീകള് അവരുടെ
വർക്കിംഗ് പ്ലേസിൽ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് സെക്ഷൽ ഹറാസ്മെന്റിൽ നിന്നും സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഹറാസ്മെന്റ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വിശാഖ കമ്മിറ്റിന്റെ ഗൈഡ് ലൈൻസിൽ വരുന്നത്. ഇറ്റ് ഇസ് നെയിംഡ് ആഫ്റ്റർ ദ വിശാഖ ഗ്രൂപ്പ്, എ വിമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ദാറ്റ് ഫൈൽഡ് ദ പെറ്റീഷൻ. ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ഓർഗനൈസേഷൻ ആയിട്ടുള്ളതാണ് ഈ ഒരു വിശാഖ ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ഇതിന് വിശാഖ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് വന്നത്. ഇനി എന്താണ് ഈ ഒരു വിശാഖ കമ്മിറ്റി? ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നമുക്കൊന്ന് നോക്കിയാലോ. എ സോഷ്യൽ വർക്കർ നെയിം ഭൻവാരി ദേവി ഇൻ രാജസ്ഥാൻ വാസ് ഗാങ് റേപ്ഡ് ഇൻ 1992 for trying to stop a child marriage. ഈ ഭൻവാരി ദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർ രാജസ്ഥാനിൽ വെച്ച് 1992 ചൈൽഡ് മാരേജ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവരുടെ ശ്രമത്തിലാണ് ഈ ഒരു സ്ത്രീക്ക് ഗാങ് റേപ്പ് ചെയ്യപ്പെടുകയും അവർ മരണപ്പെടുകയും ചെയ്തത് കേട്ടോ. അപ്പൊ ആ ഒരു ഇഷ്യൂവിന് ശേഷമാണ് ഈ ഒരു വിശാഖ കമ്മിറ്റി ഫോം ചെയ്തത്. Her case highlighted the lack of laws to protect women from sexual harassment at work. ഈ ഒരു കേസാണ്, ഈ ഒരു ഭൻവാരി ദേവിയുടെ ഗാങ് റേപ്പ് കേസ് വന്നപ്പോഴാണ് എത്രത്തോളം നമ്മൾ സ്ത്രീകൾക്കെതിരെ ഉള്ള ലോ ആയാലും അവർക്കെതിരെയുള്ള ലോ എത്രത്തോളം കുറവാണ്, അല്ലെങ്കിൽ സെക്ഷൽ ഹാരാസ്മെന്റ് എത്രത്തോളം സ്ത്രീകൾ നേരിടുന്നു, അതിന്റെ ഇഷ്യൂസ് എല്ലാം ഹൈലൈറ്റ് ചെയ്തത് ഈ ഒരു സ്ത്രീയുടെ ഗാങ് റേപ്പിന് ശേഷമാണ്. വിശാഖ ആൻഡ് അതർ NGOs filed a petition in the Supreme Court demanding guidelines. അപ്പൊ ഈ ഒരു കേസിന് ശേഷമാണ്, ഈ ഒരു സ്ത്രീയുടെ മരണത്തിന് ശേഷമാണ് വിശാഖ കമ്മിറ്റി ആയിക്കോട്ടെ, അതുപോലെ തന്നെ വേറെ നാഷണൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് സുപ്രീം കോർട്ടിൽ പെറ്റീഷൻസ് ഫയൽ ചെയ്യാൻ തുടങ്ങിയത്. ഇത്തരം ഗൈഡ് ലൈൻസ് വേണമെന്ന് ഡിമാൻഡ് ചെയ്തിട്ട് ഫയൽ ചെയ്തത് ഈ ഒരു കേസിന് ശേഷമാണ്. അന്ന് വളരെയധികം ഒരു പ്രാധാന്യം ചെലുത്തിയ ഒരു കേസായിരുന്നു കേട്ടോ ഈ ഒരു വിശാഖ ഭാൻവാരി ദേവിയുടെ ഗാങ് റേപ്പ്. നെക്സ്റ്റ്, സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്. ഇനി ഈ ഒരു പ്രശ്നത്തിന് ശേഷം 1997 സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് എന്തായിരുന്നു നോക്കാം. ദ കോർട്ട് laid down Vishaga guidelines under Article 32 of the Constitution. These were to be followed until a proper law was made by the government. ഇനി ഈ ഒരു വിഷയത്തിന് ശേഷം സുപ്രീം കോർട്ട് ആർട്ടിക്കിൾ 32 പ്രകാരം കുറച്ച് വിശാഖ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ ഒരു വിശാഖ ഗൈഡ് ലൈൻസിന്റെ കീ പോയിന്റ്സ് എന്നുള്ളത് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡ്യൂട്ടി ഓഫ് ദ എംപ്ലോയർ ഓർ അതർ റെസ്പോൺസിബിൾ പേഴ്സൺ ഇൻ ദ വർക്ക് പ്ലേസ്. ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയറിന്റെ അല്ലെങ്കിൽ അവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. എവറി എംപ്ലോയർ ഇസ് റിക്വയർഡ് ടു പ്രിവെന്റ് ആൻഡ് അഡ്രസ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് ദ വർക്ക് പ്ലേസ്. നമ്മൾ ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്ത് ഇത്തരം സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടാവാതിരിക്കാനും അത് ഇൻ കേസ് ഉണ്ടായാൽ അത് അഡ്രസ് ചെയ്യാനും എല്ലാ എംപ്ലോയർക്കും സാധിക്കണം. Employers must take appropriate action if complaints are made. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഈ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ബേസ് ചെയ്തിട്ട് തന്റെ സ്ഥാപനത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ എംപ്ലോയറിന് അതിനെതിരെ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചിരിക്കണം. നെക്സ്റ്റ്, അത് വൺ ഓഫ് ദ ഗൈഡ് ലൈൻ ആണ്. നെക്സ്റ്റ് വൺ, ഡെഫിനിഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ഇൻക്ലൂഡ്സ് അൺവെൽക്കം ആക്ട് സച്ച് ആസ്. ഇനി ഈ ഒരു വിശാഖ ഗൈഡ് ലൈൻസ് പ്രകാരം സെക്ഷൽ ഹറാസ്മെന്റിന്റെ ഗൈഡ് ലൈൻ എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് അഡ്വാൻസസ്. സെക്ഷൽ ഹറാസ്മെന്റ് വൺ ഗൈഡ് ലൈൻ ആണ്. ഫിസിക്കൽ കോണ്ടാക്ട്സ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് വരികയാണെങ്കിൽ അത് സെക്ഷൽ ഹറാസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. എ ഡിമാൻഡ് ഓർ റിക്വസ്റ്റ് ഓഫ് സെക്ഷൽ ഫേവേഴ്സ്. ഇനി സെക്ഷൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റോ അങ്ങനെ ആരെങ്കിലും നടത്തുകയാണെങ്കിൽ അത് സെക്ഷൽ ഹറാസ്മെന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. സെക്ഷലി കളേർഡ് റിമാർക്സ്, അതായത് ഈ എന്താ പറയാ ഒരു സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസാരം അല്ലെ, ഒരു അത്തരം ഒരു ടോക്കോ അത്തരം ഒരു സംസാരം വരികയാണെങ്കിൽ അതെന്തായാലും സെക്ഷൽ ഹറാസ്മെന്റ് വരുന്നതാണ്. ഷോയിങ് പോണോഗ്രഫി, പോൺ റിലേറ്റഡ് വീഡിയോസ് എല്ലാം നമ്മൾ വേറൊരു ആൾക്ക് കാണിച്ചു കൊടുത്ത് ആ കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ വർക്കറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതെന്തായാലും സെക്ഷൽ ഹറാസ്മെന്റിൽ വരുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം സെക്ഷൽ ഹറാസ്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത് സെക്കൻഡ് ഗൈഡ് ലൈൻ ആണ്. നെക്സ്റ്റ് ഗൈഡ് ലൈൻ, complaint committee. Every workplace must set up a complaint committee to handle cases. എല്ലാ ജോലി സ്ഥലങ്ങളിലും ഇത്തരം എന്ത് കേസ് വന്നാലും അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. The committee must be headed by a woman and should include a third party member. ഇനി ഈ ഒരു കമ്മിറ്റീനെ
നയിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു കമ്മിറ്റിയിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു മെമ്പർ ഉണ്ടായിരിക്കണം. ആ മെമ്പർ ഏതെങ്കിലും NGOയിലുള്ള ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഗൽ എക്സ്പേർട്ടോ ആവുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ദ കമ്മിറ്റി ഷുഡ് എൻഷുർ എ ഫെയർ ആൻഡ് കോൺഫിഡൻഷ്യൽ ഇൻക്വയറി. ഇനി ഈ ഒരു കമ്മിറ്റിക്ക് വളരെ ഫെയർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും ഇനി എന്തൊരു ഇഷ്യൂ ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുകയാണെങ്കിലും അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് കൊണ്ടു നടക്കാനും സാധിക്കുന്ന ഒരു കമ്മിറ്റി ആയിരിക്കണം അത്. ഓക്കെ, പ്രിവെന്റീവ് മെഷേഴ്സ് അതാണ് നെക്സ്റ്റ് ഗൈഡ് ലൈൻ വിശാഖയിലെ. വർക്ക് പ്ലേസ് മസ്റ്റ് ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് സെക്ഷൽ ഹരാസ്മെന്റ്. എന്താണ് സെക്ഷൽ ഹരാസ്മെന്റ്, എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് സെക്ഷൽ ഹരാസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വർക്ക് പ്ലേസിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. The policy on sexual harassment should be clearly communicated to all employees. സെക്ഷൽ ഹരാസ്മെന്റ് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ലോസ് ആൻഡ് പോളിസീസ് ആണ് ഫോളോ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കണം. അത് വെല്ലായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തായാലും ഇത്തരം ആക്ഷൻസ് എല്ലാം പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ഡിസിപ്ലിനറി ആക്ഷൻ. ഇനി ഈ സെക്ഷൽ ഹരാസ്മെന്റ് ഇസ് പ്രൂവ്ഡ്, appropriate disciplinary action must be taken against the offender, including warning, suspension or dismissal. In case നമ്മുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് നടക്കുകയാണ്, അത് നമ്മൾ പ്രൂവ് ചെയ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ അതിനെതിരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം ആ ഒഫൻഡർക്ക് എതിരെ. അത് മേ ബി ഒരു വാർണിംഗ് ആവാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ആണെങ്കിൽ സസ്പെൻഡ് ചെയ്യേണ്ടി വരും, മേ ബി ഡിസ്മിസൽ വരെ ചെയ്യേണ്ടി വരും. അപ്പൊ ഡിസിപ്ലിനറി ആക്ഷൻ വളരെ കൃത്യമായിട്ട് എടുക്കണം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഇത്തരം ക്രൈംസ് ഇല്ലാതാക്കാൻ സാധിക്കും. അത്രയും കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് വിശാഖ കമ്മിറ്റിനെ കുറിച്ചിട്ടും അതിന്റെ ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, സപ്രഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക് ഇൻ വിമൻ ആൻഡ് ഗേൾസ് ആക്ട്. ഇത് 1956 രൂപീകരിക്കപ്പെട്ട ഒരു സ്ത്രീകൾക്കെതിരെയുള്ള ഒരു എന്തെങ്കിലും ഇമ്മോറൽ ട്രാഫിക് നടക്കുകയാണെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്. ഇനി ഈ ഒരു ആക്ടിന്റെ പേർപ്പസ് എന്താണെന്നുള്ളത് നോക്കാം. ടു പ്രിവെന്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമൻ ആൻഡ് ഗേൾസ്. സ്ത്രീകൾക്കെതിരെയും പെൺകുട്ടികൾക്കെതിരെയും ഉണ്ടാവുന്ന എല്ലാ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും അവരെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിന്റെ പേർപ്പസ്. ടു കൺട്രോൾ ആൻഡ് പണിഷ് ദോസ് ഇൻവോൾവ് ഇൻ പ്രോസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി ഫോഴ്സ് പ്രോസ്റ്റിറ്റ്യൂഷൻ. ഇനി ഈ ഒരു ആക്ട് പ്രധാനമായിട്ടും പ്രോസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അറിയാം അല്ലെ, ഈ എന്താ പറയാ വേശികൾ എന്നെല്ലാം പറയും. അപ്പൊ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു റിലേറ്റഡ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനെതിരെ ഇൻ കേസ് നടക്കുകയാണെങ്കിൽ അതിനെതിരെ പണിഷ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ആക്ടിന്റെ പേർപ്പസ്. മാക്സിമം ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പേർപ്പസ്. ഇനി ഈ ഒരു ഇമ്മോറൽ ട്രാഫിക് ആക്ടിന്റെ സാലിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇവരുടെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് നോക്കാം. എയിം ടു പ്രിവെന്റ് ട്രാഫിക്കിംഗ് ഓഫ് വിമൻ ആൻഡ് ഗേൾസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം. ആക്ട് പ്രൊവൈഡ്സ് ഫോർ പെനാൽറ്റീസ് ആൻഡ് പണിഷ്മെന്റ് ഫോർ ദോസ് ഇൻവോൾവ് ഇൻ സച്ച് ആക്ടിവിറ്റീസ്. ഇനി പ്രോസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായിട്ടൊരു പെനാൽറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കാനോ സാധിക്കുന്ന ഒരു ആക്ട് ആണ് ഇതില് ഈ ഒരു ഇമ്മോറൽ ട്രാഫിക് ആക്ട്. ഇനി what is the definition as per section 2 of this act? ഈ ഒരു ഇമ്മോറൽ ട്രാഫിക് ആക്ടിന്റെ സെക്ഷൻ 2 പ്രകാരം കുറച്ച് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്രോതൽ, ഗേൾ, മജിസ്ട്രേറ്റ് ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ എന്താന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ ബ്രോതൽ എന്ന് പറഞ്ഞാല് ഈ ഒരു ഇത്തരം പ്രോസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലോ, അതൊരു വീടാവാം, മേ ബി ഒരു റൂം ആവാം, അത് അത്തരം ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്ലേസിനെയാണ് ബ്രോതൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അത് ഒരു പേഴ്സണ് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്നും എന്തെങ്കിലും ഒരു ഗെയിൻ കിട്ടുന്ന കാര്യമായിരിക്കും അല്ലെ. അപ്പൊ അതിനെയാണ് ബ്രോതൽ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഈ ഒരു ഇത്തരം ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലം. നെക്സ്റ്റ് ഗേൾ എന്താണെന്നറിയാലോ. ഗേൾ എന്ന് പറഞ്ഞാൽ എന്താ, 21 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു ഫീമെയിലിനെ നമുക്ക് ഗേൾ എന്ന് പറയാം. നെക്സ്റ്റ് മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെ, കോടതി ഇത്തരം കേസുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന പ്ലേസ് ആണ്. നെക്സ്റ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്, അതായത് ഫീമെയിൽ ഹു ഓഫേഴ്സ് ഹർ ബോഡി ഫോർ സെക്ഷൽ ഇന്റർകോഴ്സ്, അതായത് ഒരു സ്ത്രീ അവരുടെ ശരീരം ഇത്തരം സെക്ഷൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്
ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അവര് കൊടുക്കുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് പ്രോസ്റ്റിറ്റ്യൂട്ട്. പബ്ലിക് പ്ലേസ് എന്ന് പറയുന്നത് എന്താ? പ്ലേസ് യൂസ്ഡ് ഫോർ യൂസ് ഓർ ആക്സസ് ടു പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ള പ്ലേസ് ആണ് പബ്ലിക് പ്ലേസ്. ഇനി വിമൻ എന്ന് പറഞ്ഞാലും 21 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു സ്ത്രീനെയാണ് നമ്മൾ വിമൻ എന്ന് പറയാ. 21 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു ഫീമെയിൽ ആണ് ഗേൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേംസിന്റെ ജസ്റ്റ് ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ്, പണിഷ്മെന്റ്സ് അണ്ടർ ദ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ഇമ്മോറൽ ട്രാഫിക് ഇൻ കേസ് നടക്കുകയാണെങ്കിൽ അതിനെതിരെ പണിഷ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും? മെയിൻറ്റെയിനിങ് ആൻഡ് യൂട്ടിലൈസിങ് ദ പ്രോപ്പർട്ടി ആസ് എ ബ്രോതൽ. അതായത് നമ്മുടെ റൂം അല്ലെങ്കിൽ നമ്മുടെ വീട് ഇത്തരം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ പണിഷ്മെന്റ് എന്തായാലും ഉണ്ടായിരിക്കും. സോളിസിറ്റിംഗ് ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ഇത്തരം ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ എല്ലാ തരത്തിലും അവരെ അതിലോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ വലിച്ച് ഇടൂലേ ഇത്തരം ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതിനെതിരെ പണിഷ്മെന്റ്സ് എന്തായാലും ഉണ്ടാവും. പ്രോസ്റ്റിറ്റ്യൂഷനിൽ ആക്സസിബിൾ ആയിട്ടുള്ള പ്ലേസിൽ ഇത്തരം കാര്യങ്ങൾ നടക്കാന്ന് അറിയപ്പെട്ടാൽ എന്തായാലും അതിനെതിരെ പണിഷ്മെന്റ് ഈ ഒരു ആക്ട് പ്രകാരം എടുക്കാൻ പറ്റും. സെഡ്യൂസിങ് എ പേഴ്സൺ ഇൻ ഡിറ്റൻഷൻ. എന്താണ് ഈ ഒരു വേർഡിന്റെ ഡെഫിനേഷൻ എന്നുള്ളത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. റെഫേഴ്സ് ടു എനിവൺ ഹു ട്രൈസ് ടു സെക്ഷലി അട്രാക്ട്. അതായത് മറ്റുള്ളവരെ സെക്ഷലി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ അയാളെ പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. ഓർ എക്സ്പ്ലോയിറ്റ് എ പേഴ്സൺ ഇൻ ജയിലിൽ ഓൾറെഡി ഉള്ള ഒരാളെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഇത്തരം ആക്ടിലോട്ട് എടുക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റീവ് കസ്റ്റഡി ഓർ എനി കൈൻഡ് ഓഫ് ഡിറ്റൻഷൻ. കസ്റ്റഡിയിലുള്ള ഒരാളെ അല്ലെങ്കിൽ ജയിലിൽ ഓൾറെഡി ഉള്ള ഒരാളെ ഒക്കെ നമ്മൾ അവരെ അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ് ഈ ഒരു ആക്ട് പ്രകാരം. ഓക്കെ, സോ പണിഷ്മെന്റ്സ് ഇതിൽ ഏത് കേസ് വന്നാലും ഈ ഒരു ആക്ട് പ്രകാരം നമുക്ക് പണിഷ്മെന്റ് എടുക്കാനും സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ. എന്താണ് ഈ UN ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ കൗൺസിലിനെ കുറിച്ചിട്ട് കുറച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ദിസ് കൗൺസിൽ ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊട്ടക്ടിങ് ആൻഡ് പ്രൊമോട്ടിംഗ് ഹ്യൂമൻ റൈറ്റ്സ് അറൌണ്ട് ദ വേൾഡ്. ഈ ഒരു UN ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ എന്ന് പറയുന്നത് നമ്മുടെ അറൌണ്ട് ദ വേൾഡ് അല്ലെ, നമ്മുടെ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളായിക്കോട്ടെ, എല്ലാ കൺട്രീസ് ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളിലെല്ലാം ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൗൺസിലിന്റെ പ്രധാനമായിട്ടുള്ള ടാർഗറ്റ്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ 2006, റീപ്ലേസിംഗ് ദ ഏർലിയർ UN കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. ഈ ഒരു UN ഹ്യൂമൻ റൈറ്റ് കൗൺസില് 2006 ക്രിയേറ്റ് ചെയ്തത്. മുന്നേ ഉണ്ടായിരുന്ന UN കമ്മീഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു പുതിയ കൗൺസിൽ വന്നത് കേട്ടോ. ഇനി ഈ ഒരു കൗൺസിലില് 47 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് ദേ വർ എലക്ടഡ് ബൈ ദ UN ജനറൽ അസംബ്ലി ഫോർ എ 3-year ടേം. ഈ ഒരു കൗൺസിലിലുള്ള 47 മെമ്പേഴ്സിനെ 3 വർഷത്തേക്കാണ് എലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ 47 മെമ്പേഴ്സ് ആണ് ഈ കൗൺസിലിനെ ലീഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഈ ഒരു കൗൺസിലിന്റെ ഫങ്ഷൻസ് നോക്കാം. പ്രൊമോട്ട് ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ആളുകളുടെ, അതായത് എല്ലാ ഇൻഡിവിജ്വലിനും അവരുടെ ഹ്യൂമൻ റൈറ്റ്സിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ വൺ ഓഫ് ദ ഫങ്ഷൻസ്. നെക്സ്റ്റ് വൺ, investigate violations, looks into human right abuses such as torture, discrimination or violations during war or conflict. അതായത് ആളുകൾ നേരിടുന്ന, മനുഷ്യർ നേരിടുന്ന എല്ലാ കൈൻഡ് ഓഫ് അബ്യൂസസിലോട്ടും ഡിസ്ക്രിമിനേഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ടോർച്ചറിങ് നേരിടേണ്ടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്യൂസുകൾ നേരിടേണ്ടി വരുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യും. ഇത്തരം വയലേഷൻസ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇൻവെസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ. ഇതിന്റെ UPR എന്നാണ് പറയാം. റിവ്യൂസ് ദ ഹ്യൂമൻ റൈറ്റ്സ് സിറ്റുവേഷൻസ് ഓഫ് എവറി UN മെമ്പർ കൺട്രി റെഗുലർലി.
അതായത് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടക്കുന്നുണ്ടോ, എന്താണ് ഇതിന്റെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് എല്ലാ കൺട്രീസിലും റെഗുലർ ആയിട്ട് റിവ്യൂ ചെയ്യും. ഓക്കെ, ഹെൽപ്സ് കൺട്രീസ് ഇംപ്രൂവ് ദെയർ ഹ്യൂമൻ റൈറ്റ് കണ്ടീഷൻസ് ത്രൂ സജഷൻ. ഇൻ കേസ് ഇതിന്റെ വയലേഷൻസ് എന്തെങ്കിലും നടക്കുന്നുണ്ട്, റിവ്യൂസ് അത്ര ഒരു ഗുഡ് റിവ്യൂ അല്ല, എന്തെങ്കിലും ഒരു നെഗറ്റീവ് റിവ്യൂ ഉണ്ടെങ്കിൽ അത് സജഷൻസിലൂടെ ആ ഒരു ഹ്യൂമൻ റൈറ്റ് കണ്ടീഷൻസിനെ ഇംപ്രൂവ് ചെയ്യാനും ഈ ഒരു കൗൺസിൽ ശ്രദ്ധിക്കും. Next, make recommendations. Give advice and recommendations to countries on how to protect human rights better. ഇനി ഈ ഒരു കൗൺസിലിന്റെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡാണ് എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഹ്യൂമൻ റൈറ്റിനെ ബെറ്റർ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാം. അതിനുവേണ്ടി കൺട്രീസിനോട് അഡ്വൈസ് കൊടുക്കുകയും റെക്കമെൻഡേഷൻസ് കൊടുക്കുകയും ഈ ഒരു കൗൺസിൽ ചെയ്യും. Support victims, provides a platform where individuals and NGOs can raise human rights issues. അതായത് ഓരോ കൺട്രീസിലും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ കേസ് നടക്കുന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, അത് വ്യക്തമായിട്ട് ഈ കൗൺസിലിന്റെ മുന്നിൽ തുറന്നു കാണിക്കാനും ആ ഒരു വിക്ടിംസിനെ സപ്പോർട്ട് ചെയ്യാനും ഇതെല്ലാം തുറന്നു കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു കൗൺസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി വിക്ടിംസ് ആരാണോ അവര് കൂടെ നിൽക്കുകയാണ് ഈ ഒരു കൗൺസിൽ ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസും ഈ കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും കേട്ടോ. ഇതാണ് ആ ഒരു ഹ്യൂമൻ റൈറ്റ് കൗൺസിലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, കൗൺസിൽ മെമ്പർഷിപ്പ് ആൻഡ് ഇലക്ഷൻ. ഇനി ഈ കൗൺസിലിൽ എങ്ങനെയാണ് മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത്, ഇവരുടെ ഇലക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഹ്യൂമൻ റൈറ്റ് കൗൺസിലിൽ 47 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ഇനി ഇവരെ എങ്ങനെയാണ് 47 മെമ്പേഴ്സിനെ ചൂസ് ചെയ്യുന്നത്? ഇവരെ 193 UN കൺട്രീസ് എലക്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വോട്ടിംഗ് സിസ്റ്റത്തിലൂടെയാണ്, ഇവരുടെ ഇലക്ഷൻ വഴിയാണ് 47 മെമ്പേഴ്സിനെ ഫൈനലി സെലക്ട് ചെയ്യുന്നത്. ഇനി ഈ ഇലക്ഷൻസ് എല്ലാ ഇയറും ഇലക്ഷൻസ് നടക്കും കേട്ടോ. അതിന്റെ ബേസിസിൽ ഈ ആളുകൾ മാറിക്കൊണ്ടേയിരിക്കും. Term length, each country elected can stay for 3 years and can be re-elected only once. അതായത് എല്ലാ കൺട്രീസും ഒരു 3 years വരെ ഇവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു എന്താ പറയാ എലക്ഷൻ വീണ്ടും നടക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് സീറ്റ്സ് ആർ ഷെയർഡ് ഫെയർലി എമംഗ് 5 വേൾഡ് റീജിയൻസ്. ഇനി 47 മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ, അവരുടെ ഈ സീറ്റ്സ് എല്ലാം നമ്മൾ ഫെയർ ആയിട്ടാണ് എല്ലാ കൺട്രീസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഷെയറിംഗ് സിസ്റ്റം ആണ് ഈ ഒരു മെമ്പർഷിപ്പിൽ ഉണ്ടാവുക. നെക്സ്റ്റ്, ഡൈവേഴ്സിറ്റി. ചേഞ്ചിങ് മെമ്പേഴ്സ് ഓഫൺ ഹെൽപ്സ് ഷോ വേൾഡ് ഡൈവേഴ്സിറ്റി ആൻഡ് ഗീവ്സ് ഫെയർനെസ്. നമ്മൾ പറഞ്ഞു അല്ലെ, എല്ലാ വർഷവും എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു, ഈ ഒരു എലക്ഷൻ നടക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഫെയർ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, എല്ലാ കൺട്രീസിലുള്ള പ്രധാനപ്പെട്ട ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെല്ലാം പറ്റുന്ന ഒരു ഫെയർ ആയിട്ടുള്ള ഡിസിഷൻ ആണ് അത് അല്ലെ. അതുകൊണ്ട് തന്നെ മെമ്പേഴ്സ് മാറുന്നത് കൊണ്ട് അതൊരു ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് വൺ, കമ്മിറ്റ്മെന്റ്. മെമ്പേഴ്സ് മസ്റ്റ് സപ്പോർട്ട് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് വർക്ക് വെൽ വിത്ത് ദ കൗൺസിൽ. ഇനി ഈ ഒരു 47 മെമ്പേഴ്സും എന്താണ്, ഹ്യൂമൻ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ആയിരിക്കണം. അവർക്ക് ഈ കൗൺസിലുമായിട്ട് ഒത്തുചേർന്ന് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന മെമ്പേഴ്സ് ആയിരിക്കണം. Punishment for violations. If a country seriously disrespects human rights, the UN General Assembly can remove them from the council. ഇനി ഈ ഒരു കൗൺസിൽ മെമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഹ്യൂമൻ റൈറ്റ്സിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ആ ഒരു കേസ് വന്നതോടുകൂടെ കൗൺസിലിനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അസംബ്ലിയിൽ നിന്നും ബാനിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ലീഡർഷിപ്പ്. The council is led by 1 president and 4 vice presidents, each from a different world region. ഇനി ഈ ഒരു കൗൺസിലില് ഒരു പ്രസിഡന്റ് ആയിരിക്കും ഉണ്ടാവുക, 4 വൈസ് പ്രസിഡന്റ്സും ഉണ്ടായിരിക്കും. ഈ 4 വൈസ് പ്രസിഡന്റ്സിൽ ഓരോരുത്തരും ഓരോ റീജിയണിൽ നിന്നുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക. സെയിം റീജിയണിൽ നിന്നുള്ള 2 പേര് ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോ അത്രയും കാര്യങ്ങളാണ് എനിക്ക് ആ ഒരു കൗൺസിലിനെ കുറിച്ചിട്ട് അതിന്റെ പ്രത്യേകതകളും കീ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി ദ ഡിഫറെന്റ് മെക്കാനിസംസ് ആൻഡ് എൻറ്റിറ്റീസ് ഓഫ് ദ കൗൺസിൽ. ഈ ഒരു കൗൺസിലിന്റെ മറ്റ് ചില സ്പെഷ്യൽ മെക്കാനിസംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദ യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ, UPR. All countries are checked regularly to see how they treat human rights. അതായത്
യൂണിവേഴ്സലി പീരിയോഡിക് റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ കൺട്രീസിലും ഈ ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആണോ, അത് വളരെ എന്താ പറയാ പോസിറ്റീവായിട്ട് എല്ലാ കൺട്രീസിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യും. അതിനെയാണ് യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ എന്ന് പറയുന്നത്. സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ്, എക്സ്പേർട്സ് ഓർ ഗ്രൂപ്സ് ലുക്ക് ഇൻ ടു സ്പെസിഫിക് ഇഷ്യൂസ് ഓർ പ്രോബ്ലംസ് ഇൻ സർട്ടൈൻ കൺട്രീസ്. ഇനി ഒരു പർട്ടിക്കുലർ ആയിട്ട് കുറച്ച് കൺട്രീസ് എടുത്തിട്ട് അവിടെ എന്തെങ്കിലും സ്പെസിഫിക് ഇഷ്യൂസ് നേരിടുന്നുണ്ടോ, അതായത് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ലേ, ഹെൽത്ത് വൈസ് എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുന്നില്ലേ, ഇത്തരം സ്പെസിഫിക് ഇഷ്യൂസ് എല്ലാം എക്സ്പേർട്സ് പ്രധാനപ്പെട്ട ചില കൺട്രീസിൽ നോക്കും. ഓക്കെ. അഡ്വൈസറി കമ്മിറ്റി, എ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്ട് ഹു ഗീവ് അഡ്വൈസ് ആൻഡ് ഐഡിയാസ് ടു ഹെൽപ്പ് ഇംപ്രൂവ് ഹ്യൂമൻ റൈറ്റ്. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്ട് ഉണ്ടായിരിക്കും. ഇവരുടെ റോൾ എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ് എങ്ങനെയൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഐഡിയാസും കുറച്ച് അഡ്വൈസും എല്ലാം കൊടുക്കുന്ന ഒരു കമ്മിറ്റിയാണ് അഡ്വൈസറി കമ്മിറ്റി. നെക്സ്റ്റ്, complaint procedure. Any person or group can report human right violations to the council. ഇനി എന്തെങ്കിലും എന്ത് ടൈപ്പ് ഓഫ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ നടക്കുകയാണെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ അവകാശവും ആ ഒരു കൗൺസിൽ കൊടുത്തിട്ടുണ്ട്. അത് അവർ റിപ്പോർട്ട് ചെയ്യണം അറ്റ് ദ റൈറ്റ് ടൈം. ഇതെല്ലാം ഈ കൗൺസിലിന്റെ വളരെ കീ ആയിട്ടുള്ള മെക്കാനിസം ആണ്, അല്ലെങ്കിൽ കീ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. അവരെ വളരെ വ്യക്തമായിട്ടും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വാലിറ്റി കൊടുക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇത്. നെക്സ്റ്റ് വൺ, UN കമ്മിറ്റി ഓൺ ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള UN കമ്മിറ്റി എന്താണെന്നുള്ളത് നോക്കാം. ദിസ് ഗ്രൂപ്പ് ഫോക്കസ് ഓൺ പ്രൊട്ടക്ടിങ് ചൈൽഡ് റൈറ്റ്. UN കമ്മിറ്റിന്റെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ തന്നെയാണ് കേട്ടോ. പർപ്പസ് എന്ന് പറയുന്നത് മേക്ക് ഷുവർ ഓൾ ചിൽഡ്രൻ ഹാവ് റൈറ്റ് ആൻഡ് ആർ ട്രീറ്റഡ് ഇൻ വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട്. എല്ലാ കുട്ടിയും റെസ്പെക്റ്റോടു കൂടെയും അഭിമാനത്തോടു കൂടെയും എല്ലാം അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. ഇവര് ഫോളോ ചെയ്യുന്ന ലോസ് എന്തൊക്കെയാണ്? ബേസ്ഡ് ഓൺ ദ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ്. അതായത് ആർട്ടിക്കിൾസ്, ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ആർട്ടിക്കിൾ 43, 45 ഇത്തരം പ്രോട്ടോകോൾസും റൈറ്റ്സ് ഒക്കെയാണ് ഈ ഒരു UN കമ്മിറ്റി ഫോളോ ചെയ്യുന്നത്. ഇനി UN കമ്മിറ്റി ഫോളോ ചെയ്യുന്ന പ്രധാന ഫോക്കസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് പ്രൊട്ടക്ഷൻ തന്നെയാണ്. ചൈൽഡ് സോൾജിയേഴ്സ്, ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ, ചൈൽഡ് ട്രാഫിക്കിംഗ്. അതായത് കുട്ടികൾക്കെതിരെ നടക്കുന്ന എല്ലാ അബ്യൂസുകളും എക്സ്പ്ലോയിറ്റേഷനും ഇല്ലാതാക്കാം, ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ പ്രിവെന്റ് ചെയ്യുക, ചൈൽഡ് ട്രാഫിക്കിംഗ് അതായത് കുട്ടികളെ കടത്തിക്കൊണ്ട് വേറെ ഇമ്മോറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കുട്ടികളെ ട്രാഫിക്കിംഗ് ചെയ്യുക അല്ലെ. ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഫോക്കസ് ഈ UN കമ്മിറ്റിന്റെ. നെക്സ്റ്റ്, ഈ ഒരു UN കമ്മിറ്റിയിൽ മീറ്റിംഗ്സ് ഉണ്ടായിരിക്കും. ഇത് മീറ്റിംഗ്സ് നടക്കുന്നത് ജനീവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഒരു വർഷത്തിൽ 3 തവണയാണ് കേട്ടോ UN കമ്മിറ്റിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കുക. യൂഷ്വലി അത് ഉണ്ടാവാറ് ജനുവരിയിൽ ഉണ്ടാവാറുണ്ട്, പിന്നെ മെയ് അല്ലെങ്കിൽ ജൂണിൽ ഉണ്ടാവാറുണ്ട്, പിന്നെ സെപ്റ്റംബറിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇയർലി 3 ടൈംസ് ഈ ഒരു UN കമ്മിറ്റിന്റെ മീറ്റിംഗ് ജനീവയിൽ വെച്ച് നടക്കാറുണ്ട്. വർക്ക് എന്ന് പറയുന്നത് റിവ്യൂസ് റിപ്പോർട്ട്സ് ഫ്രം അബൌട്ട് 10 കൺട്രീസ് ഈച്ച് ടൈം. 10 മിനിമം അല്ലെങ്കിൽ ഒരു 10 കൺട്രീസിൽ നിന്നുള്ള റിപ്പോർട്ട്സ് റിവ്യൂ ചെയ്യുകയാണ് ഇവർ ഈ മീറ്റിംഗിൽ പ്രധാനമായും ചെയ്യുന്നത്. ചെക്സ് ഹൗ വെൽ ഈച്ച് കൺട്രി ഈസ് ഫോളോഡ് ചൈൽഡ് റൈറ്റ്സ് ലോസ്. ഇവരെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഒരു കാര്യം തന്നെയാണ്, ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഈ UN കമ്മിറ്റിയും പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എല്ലാ കൺട്രീസിലും ചൈൽഡ് റൈറ്റ് ലോ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക അല്ലെങ്കിൽ അഡ്വൈസ് ഇവര് കൊടുക്കും. കൺട്രീസ് മസ്റ്റ് റിപ്പോർട്ട് every country that agrees to the child right law must send regular report about how they protect children's right. ഇനി കുട്ടികളുടെ റൈറ്റ്സ് ഫോളോ ചെയ്യാം എന്ന് എഗ്രി ചെയ്തിട്ടുള്ള എല്ലാ കൺട്രീസും റെഗുലർ ആയിട്ട് ഇതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് UN കമ്മിറ്റിയിൽ കൊടുക്കണം. ഓക്കെ, അവർ ജസ്റ്റ് എഗ്രി ചെയ്താൽ പോരാ, അതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് അവർ എല്ലാം റെഗുലർലി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. റിപ്പോർട്ട് ഷെഡ്യൂൾ, ഫസ്റ്റ് റിപ്പോർട്ട് ഇസ് ഡ്യൂ 2 years ആഫ്റ്റർ ജോയിനിങ്. ഇതിന്റെ ഫസ്റ്റ് റിപ്പോർട്ട് ഇവർ ഈ ഒരു കമ്മിറ്റിയിൽ ജോയിൻ ചെയ്ത് 2 വർഷത്തിന്റെ ഉള്ളിലാണ് ഫസ്റ്റ് റിപ്പോർട്ട് ഇവർ കൊടുക്കേണ്ടത്. ദെൻ എവറി 5 years ആഫ്റ്റർ ദാറ്റ്, അത് കഴിഞ്ഞാൽ 5 വർഷം കൂടുമ്പോൾ ഈ ഒരു ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള റിപ്പോർട്ട് ആദ്യത്തെ 2 വർഷത്തിനുള്ളിലും പിന്നെ 5 വർഷം കൂടുമ്പോഴും കൺട്രീസ് കൊടുത്താൽ മതി കേട്ടോ. വാട്ട് ദ കമ്മിറ്റി ഡസ്. ഇനി ഈ ഒരു കമ്മിറ്റി എന്താ ചെയ്യുന്നത്? ഈ ഒരു റിപ്പോർട്ട് എല്ലാം കിട്ടിയതിനു ശേഷം
They review these reports, they give advice and comments. അവർ ഈ ഒരു റിപ്പോർട്ട് റിവ്യൂ ചെയ്യും, എക്സ്പേർട്സ് ഇതിനെ റിവ്യൂ ചെയ്യുകയും റിവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇതിനെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള അഡ്വൈസും ഫീഡ്ബാക്കും കമന്റ്സും എല്ലാം ഇവർ കൊടുക്കും കേട്ടോ ഈ കമ്മിറ്റി. നെക്സ്റ്റ്, അതർ ഗ്രൂപ്പ്സ് ഹെൽപ്സ് ടു. ഇനി ഈ ഒരു കമ്മിറ്റിക്ക് വേറെ NGOസിന്റെ സഹായം ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ലോക്കൽ ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ്സ് എല്ലാം ഉണ്ടായിരിക്കും അല്ലെ. അവർക്കും തന്നെ എന്താണ് അവരുടെ പല റിപ്പോർട്ട്സും വേണമെങ്കിൽ ഈ ഒരു കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ വേറെ ഗ്രൂപ്പ്സിനും ഈ ഒരു കമ്മിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കമ്മിറ്റി ആയിക്കോട്ടെ, കൗൺസിൽ ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ്, OHCHR, the Office of the United Nations High Commission for Human Rights. ഇതില് ഈ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഈ ഒരു ഹൈ കമ്മീഷന്റെ റോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സപ്പോർട്ട് റോൾ, വർക്ക്സ് വിത്ത് NGOs ആൻഡ് ഗവൺമെന്റ്സ്. ഈ നാഷണൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ ഗവൺമെന്റിന്റെ കൂടെ ഒരു സപ്പോർട്ടിംഗ് റോളാണ് ഈ OHCHR എന്ന് പറഞ്ഞിട്ടുള്ള ഹൈ കമ്മീഷൻ നൽകുന്നത്. ഹെൽപ്സ് കൺട്രീസ് ഫോളോ ചൈൽഡ് റൈറ്റ്സ് ബെറ്റർ. അതായത് ചൈൽഡ് റൈറ്റ്സിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കമ്മീഷന്റെ പ്രധാനമായിട്ടുള്ള റോൾ. വർക്ക്ഷോപ്സ് ആൻഡ് ട്രെയിനിങ്സ്, അതായത് ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കൺട്രീസിനും ഒരു ഗൈഡ് ലൈൻ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ പല കാര്യങ്ങളും ട്രെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഹൈ കമ്മീഷന്റെ റോള്. ഹൗ ദ റിവ്യൂ പ്രോസസ് വർക്ക്സ്. ഇനി ഈ ഒരു കമ്മീഷൻ എങ്ങനെയാണ് ഇവരുടെ റിവ്യൂ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ഇവർ നോക്കുന്നത് ലിസ്റ്റ് ഓഫ് ഇഷ്യൂസ്. അതായത് കമ്മിറ്റി സെൻസ് questions to the country before their review. ഇനി ഈ ഒരു ഹൈ കമ്മീഷൻ റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യും എന്നറിയോ, ഈ ഒരു കമ്മിറ്റി ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി കൺട്രിയിലേക്ക് കൊടുക്കും. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ അവർ റിവ്യൂ ചെയ്യുന്നത്. ഡയലോഗ് വിത്ത് country. The country answers the questions. A live discussion is held between committee and the country's representative. ഇനി എന്ത് ചെയ്യുന്നറിയാം, ഈ കമ്മിറ്റി ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുത്തതിന് ശേഷം കൺട്രീസ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതിനു ശേഷം ഈ കമ്മിറ്റിയും അതുപോലെ തന്നെ കൺട്രീസിന്റെ റെപ്രസെന്റേറ്റീവ്സും തമ്മിൽ ഒരു ലൈവ് ഡിസ്കഷൻ അതിനുശേഷം നടക്കും. Okay, other protocols എന്തൊക്കെയാണ്? Reports also cover special topics like child trafficking, prostitution and child soldiers. അപ്പൊ ഈ ഒരു ലൈവ് ഡിസ്കഷനിലൂടെ ബാക്കി സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട്, അതായത് കുട്ടികൾക്കെതിരെയുള്ള ട്രാഫിക്കിംഗ്, പ്രോസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ, കുട്ടികൾക്കെതിരെ എന്തെങ്കിലും അബ്യൂസുകൾ നടക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു കമ്മിറ്റി ഈ ഒരു കൺട്രീന്റെ റെപ്രസെന്റേറ്റീവുമായിട്ട് ഈ ലൈവ് ഡിസ്കഷനിൽ ചെക്ക് ചെയ്യുന്ന കാര്യമായിരിക്കും കേട്ടോ. നെക്സ്റ്റ്, ഹെൽഡ് വൺസ് എ ഇയർ ബൈ ദ കമ്മിറ്റി. ഈ ഒരു നമ്മൾ പറഞ്ഞു ഈ ഒരു ലൈവ് ഡിസ്കഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ഇത് ഒരു വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാവാറുള്ളൂ. അത് സെപ്റ്റംബറിലായിരിക്കും ഉണ്ടാവുന്നത്. ഇനി എന്താണ് ഈ ഒരു കമ്മിറ്റിന്റെ പർപ്പസ്? ഡീപ് ഡിസ്കഷൻ ഓൺ വൺ ചൈൽഡ് റൈറ്റ്സ് ടോപ്പിക്. അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക്, ഫോർ എക്സാമ്പിൾ ചൈൽഡ് ട്രാഫിക്കിംഗ് ആവാം, പ്രോസ്റ്റിറ്റ്യൂഷൻ ആവാം, ചൈൽഡ് ലേബർ ആവാം, ചൈൽഡ് മാരേജ് ആവാം, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് വളരെ ഡീപ്പായിട്ടൊരു ഡിസ്കഷൻ നടത്തുക എന്നുള്ളതാണ് ഈ ഒരു കമ്മിറ്റിന്റെ പർപ്പസ്. Who joins? NGOs, experts, academics, lawyers and children. ഇനി ഈ ഒരു കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷനിൽ ആരൊക്കെയാണ് ജോയിൻ ചെയ്യാം? എക്സ്പേർട്സ് ഉണ്ടായിരിക്കും, അക്കാഡമിക്സ് ഉണ്ടായിരിക്കും, ലോയേഴ്സ് ഉണ്ടാവും, കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ ഇതിന്റെ ഗോൾ? ഇംപ്രൂവ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ക്രിയേറ്റ് ബെറ്റർ പോളിസീസ് ഫോർ ചിൽഡ്രൻസ് റൈറ്റ്. അപ്പൊ ഇത്തരം ഡിസ്കഷൻസിലൂടെ ഒക്കെ ചൈൽഡ് റൈറ്റ് പോളിസീസ് നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് മനസ്സിലാക്കുക, അല്ലെ, അത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം ലൈവ് ഡിസ്കഷന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കമ്മിറ്റീസ് ഇങ്ങനെ ലൈവ് ഡിസ്കഷൻസ് എല്ലാം നടത്തുന്നതും. ഓക്കെ, ഒരു ചൈൽഡ് റൈറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇവരുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഫോക്കസ്. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് സ്പെഷ്യൽ റാപ്പോർട്ടേഴ്സ് ഓൺ ഇഷ്യൂസ് റിലേറ്റഡ് ടു ചിൽഡ്രൻ. ഇനി ഈ ഒരു ചൈൽഡ് റിലേറ്റഡ് ഇഷ്യൂസിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് റാപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സ് എന്നൊക്കെ പറയാം ഉണ്ടായിരിക്കും അല്ലെ. ആരാണ് ഈ ഒരു സ്പെഷ്യൽ റാപ്പോർട്ടേഴ്സ്? ദേ ആർ ഇൻഡിപെൻഡന്റ് എക്സ്പേർട്സ് ഹു സ്റ്റഡി സ്പെസിഫിക് ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂസ് എസ്പെഷ്യലി അബൌട്ട് ചിൽഡ്രൻ.
കുട്ടികളെ കുറിച്ചിട്ടുള്ള അവരുടെ ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂസിനെ കുറിച്ചിട്ട് പഠനം നടത്തുകയും അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെയാണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സ്പേർട്സിനെയാണ് സ്പെഷ്യൽ റാപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. അവർ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് കുട്ടികൾ അനുഭവിക്കുന്ന ഇഷ്യൂസ് ആയിരിക്കും. വാട്ട് ദേ ഡു, അവരുടെ റോൾ എന്താണ്? ദേ ഇൻവെസ്റ്റിഗേറ്റ് പ്രോബ്ലംസ്, റൈറ്റ് റിപ്പോർട്ട്സ് ആൻഡ് ഗീവ് അഡ്വൈസ് ടു UN. അപ്പൊ എന്തൊക്കെയാണ് ഈ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനെ കുറിച്ചിട്ട് ഒരു സ്റ്റഡി നടത്തുകയും അതിനെ കുറിച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കുകയും അതിനെ കുറിച്ചിട്ടുള്ള അവരുടെ ഒരു അഡ്വൈസ് അവര് UN-നോട് കൊടുക്കുകയുമാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ഹൗ ദേ ഹെൽപ്പ്. ഇനി ഈ ഒരു സ്പെഷ്യൽ റിപ്പോർട്ടേഴ്സിന്റെ ഒരു റോൾ എന്താണ്? അവരുടെ ഒരു ഹെൽപ്പ് ഏത് തരത്തിലാണ്? ഹെൽപ്പ് ഇംപ്രൂവ് ചൈൽഡ് റൈറ്റ്സ് ത്രൂ റിപ്പോർട്ട്സ് ആൻഡ് റെക്കമെൻഡേഷൻസ്. അപ്പൊ അവർ ഈ ഒരു നൽകുന്ന റിപ്പോർട്ട് ഉണ്ടല്ലോ, UN-ന് നൽകുന്ന റിപ്പോർട്ട്സ് വഴി ചൈൽഡ് റൈറ്റ്സിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും അവർക്ക് പലതരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കാനും എല്ലാം സാധിക്കും കേട്ടോ. ലൈക്ക് നെക്സ്റ്റ് വൺ, മാൻഡേറ്റ്. ദേ വർക്ക് ഫോർ 3 years studying and reporting on human rights issues, especially after major events or violations. ഈ ഇൻഡിവിജ്വൽ എക്സ്പേർട്സ് 3 വർഷത്തേക്കാണ് കേട്ടോ അവർ ഓരോരുത്തരും വർക്ക് ചെയ്യുക. അപ്പൊ അവര് ഇത്തരം കുട്ടികൾക്കെതിരെ നേരിടുന്ന ഇഷ്യൂസിനെ കുറിച്ചിട്ട് നല്ലൊരു പഠനം നടത്തുകയും അതിനെ റിപ്പോർട്ട് ചെയ്യുകയും എന്തൊക്കെയാണ് മേജർ വയലേഷൻസ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇവര് UN-ന് കൈമാറും. ഓക്കെ, നെക്സ്റ്റ് UN സപ്പോർട്ട്. UN system including the Human Rights Council and OHCHR helps guide and support this investigation. ഇനി ഇത്തരം എക്സ്പേർട്സിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും UN കൊടുക്കുന്നുണ്ട് കേട്ടോ. OHCHR-ന്റെ സപ്പോർട്ടും UN സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് സപ്പോർട്ടും ഈ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഈ ഒരു റാപ്പോർട്ടേഴ്സിന് ഇവർ നൽകുന്നുണ്ട്. ഇനി ഇവരുടെ ഗോൾ എന്താണ്? ടു ഫൈൻഡ് ദ ട്രൂത്ത്, പ്രൊമോട്ട് ജസ്റ്റിസ് ആൻഡ് സ്റ്റോപ്പ് സീരിയസ് ഹ്യൂമൻ റൈറ്റ് അബ്യൂസസ്. അതായത് കുട്ടികൾക്കെതിരെ നടക്കുന്ന എല്ലാ ക്രൈംസും അല്ലെങ്കിൽ അബ്യൂസസും ഇല്ലാതാക്കുക, സത്യം എന്താന്ന് കണ്ടുപിടിക്കുക, ജസ്റ്റിസിന് വേണ്ടിയിട്ട് പോരാടുക, ഇതെല്ലാമാണ് ഈ ഒരു ഇൻഡിപെൻഡന്റ് എക്സ്പേർട്ടേഴ്സിന്റെ ഗോള്. ഓക്കെ, ഇനി ഇത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ചൈൽഡ് റൈറ്റ്സിന്റെ ലോസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പോളിസീസ് ആണ് ഫോളോ ചെയ്യുന്നത്, എസ്പെഷ്യലി തമിഴ്നാട് പോലെയുള്ള ഒരു സ്റ്റേറ്റ്. ബാക്കി കുട്ടികൾക്കെതിരെ നടക്കുന്ന അബ്യൂസുകളും അവർക്കെതിരെ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് പോളിസീസും, ചൈൽഡ് മാരേജ് ആക്ട്, ഇമ്മോറൽ ട്രാഫിക്കിംഗ് ആക്ട്, പ്രോസ്റ്റിറ്റ്യൂഷനെതിരെ എത്രത്തോളം സീരിയസ് ആയിട്ട് നമ്മുടെ പോളിസീസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെ. നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റും എന്താണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആരോടാണ് ഇത് പറയേണ്ടത്, പണിഷ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു അവയർനെസ് എല്ലാം ഉണ്ടാവും. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതോടുകൂടെ നമ്മുടെ 3rd ചാപ്റ്റർ ഫിനിഷ് ആയിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ക്ഷമയോടുകൂടെ ഇത്ര നേരം നിന്നതിൽ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.